4 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്ന് രാമേശ്വരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. തമിഴ്നാട്ടിലെ മധുരൈ റെയിൽവേ സ്റ്റേഷനിൽ എല്ലാ ദിവസവും രാവിലെ 6:50 രാമേശ്വരത്തേക്ക് പോകുന്ന പാസഞ്ചറിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. സമയം രാവിലെ 5:50. മധുര മീനാക്ഷി അമ്മാൻ ക്ഷേത്രത്തിന്റെ വെസ്റ്റ് ടവറുള്ള ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ ഭാഗത്തായിരുന്നു ഞങ്ങളെടുത്ത ലോഡ്ജൊക്കെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ചെക്കൗട്ട് ചെയ്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് 1 കിലോമീറ്റർ ആണുള്ളത്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല. ഇവിടെ ഇപ്പം രാവിലെ നല്ല തണുപ്പാണ്. ഇപ്പം ഇതുവഴി നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പോവാം. റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലെത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് മധുരൈ ജംഗ്ഷൻ. നിലവിലിപ്പോൾ ഇവിടെ നവീകരണമാണ് റെയിൽവേ സ്റ്റേഷന്റെ. പണ്ട് ഇവിടെ ഞങ്ങൾ വന്ന സമയത്ത് ഈ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു കോവിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. ആ ഒരു മെയിൻ എൻട്രൻസ് അതൊക്കെ പൊളിച്ച് ഇപ്പോൾ നല്ല അടിപൊളി കെട്ടിടം ഇവിടെ പണിയുകയാണ്. റെയിൽവേ സ്റ്റേഷന്റെ മറ്റു ഭാഗങ്ങൾ ഇവിടെയാണ്. ഒരു വലിയൊരു സ്റ്റേഷൻ തന്നെ ആവും മധുരൈ ജംഗ്ഷൻ. പിന്നെ ഒരുപാട് ആൾക്കാർ ഈ താഴെ കിടന്നുറങ്ങുന്നത് നമുക്ക് കാണാം. മധുരൈ രാമേശ്വരം പാസഞ്ചർ 6:50 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്. WDP 4D ആണ് ലോക്കോമോട്ടീവ്. വണ്ടി നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിൽ വന്നു. 6 മണി ആയതേ ഉള്ളൂ. ഇതിന്റെ മുൻഭാഗത്ത് തന്നെ നമുക്ക് കയറാം. അധികം പുറകോട്ട് പോകുന്നില്ല. പിന്നെ ഈ ട്രെയിനിന് റേക്ക് ഷെയറിംഗ് ഒക്കെ ഉണ്ട്. ഇതാണ് ഇതിന്റെ ചെറിയൊരു ബോർഡ്. വിഴുപ്പുറം ഡിണ്ടിഗൽ വണ്ടിയായിട്ടൊക്കെ ഇത് റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമുക്ക് ഇവിടെ തന്നെ കയറാം. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ല. ഈ കോച്ച് മുഴുവനും കാലി തന്നെയാണ്. എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഇവിടെ ഒരു എമർജൻസി വിൻഡോ ഉണ്ട്. എന്നാ പിന്നെ ഇവിടെ ഇരിക്കാം. ഞങ്ങൾക്ക് ഇന്ന് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ്. 8ന്റെ എന്ന് പറയുന്നില്ല, 16ന്റെ എന്ന് പറയാം. കാരണം ഈ ട്രെയിൻ ഇന്ന് നിലവിൽ രാമേശ്വരത്തേക്ക് പോകുന്നില്ല, രാമനാഥപുരം വരെയാണ് പോവുക. ഞങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോഴാണ് അവിടുന്ന് പറഞ്ഞത് നിലവിൽ ഇപ്പോൾ ഈ ട്രെയിൻ രാമേശ്വരത്തേക്ക് പോകുന്നില്ല എന്ന്. ഈ ട്രെയിൻ മാത്രമല്ല, തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഒരു പാസഞ്ചർ ഉണ്ട്, അതും പോകുന്നില്ല. അതും രാമനാഥപുരം വരെയാണ് പോവുക. ഞങ്ങൾ അവസാനമായിട്ട് രാമേശ്വരത്തേക്ക് പാമ്പംപാലം വഴി ട്രെയിനിൽ പോയത് 2021-ലാണ്. ഇപ്പോൾ 2025 ആയല്ലോ. 4 വർഷങ്ങൾക്ക് ശേഷം വളരെയധികം ആഗ്രഹത്തോടെ തലേദിവസം മധുരയിൽ വന്ന് ഇവിടെ റൂം എടുത്ത് താമസിച്ച് രാവിലെ ടിക്കറ്റ് എടുക്കാൻ വന്ന സമയത്താണ് ആ കാര്യം ഞങ്ങൾ അറിഞ്ഞത്. തലേദിവസം ഞങ്ങൾ NTS വേഴ്സ് മൈ ട്രെയിൻ റെയിൽവേ ആപ്ലിക്കേഷൻ വഴിയൊക്കെ ചെക്ക് ചെയ്തു. വണ്ടി രാമേശ്വരത്തേക്ക് എത്തിയെന്നാണ് അറിയാനായി സാധിച്ചത്. ഇന്നത്തെ അപ്ഡേറ്റ് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് കണ്ടത്. പക്ഷെ ഒരാഴ്ചയായിട്ട് ഈ ട്രെയിനുകളൊന്നും രാമേശ്വരത്തേക്ക് പോകുന്നില്ല. കറക്റ്റ് 6:50 തന്നെ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. അടുത്തൊരു സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ്. ട്രെയിൻ ആൾമോസ്റ്റ് ഫുള്ള് തന്നെയാണ്. നല്ല തണലാണ്, മരങ്ങളുള്ളതുകൊണ്ട് നല്ല സുഖ. ചെറിയൊരു തണുപ്പ് കൂടിയുണ്ട്. ഈ റൂട്ടിലെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നായ മനാമധുരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്ക് കാണുന്നില്ലേ, ഇത് കാരക്കുടി ഭാഗത്ത് വരുന്ന ട്രാക്കാണ്. കാരക്കുടി, പുതുക്കോട്ടൈ, അതുപോലെ തന്നെ ട്രിച്ചി, അങ്ങനെ 7:50
മധുരയിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് മനാമധുരയിലെത്തിയത്. നിർത്തുന്നതിന് മുന്നേ തന്നെ ചാടി ഇറങ്ങും. ഇത് അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. രണ്ട് മിനിറ്റാണ് ഈ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉള്ളത്. വലിയൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് മനാമധുരൈ. ഇത് ജംഗ്ഷൻ വരാൻ കാരണം 4 റൂട്ടുകൾ പോകുന്നുണ്ട്. ഇപ്പം നമ്മൾ വന്ന മധുരൈ, ഇനി പോകാൻ വേണ്ടി പോകുന്ന രാമനാഥപുരം, രാമേശ്വരം റൂട്ട്, അതുപോലെ തന്നെ വിരുദനഗർ എന്നൊരു റൂട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കാരക്കുടി, പുതുക്കോട്ടെ, അങ്ങനെ വരില്ലേ. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ ടിക്കറ്റ് ചാർജ് ഒന്നും പറഞ്ഞില്ലല്ലോ. രാമേശ്വരത്തേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് അവിടുന്ന് ട്രെയിൻ പോകില്ല എന്ന് പറഞ്ഞ സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ സങ്കടം വന്നുപോയി. അത് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല, കാരണം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രാമനാഥപുരത്തേക്ക് ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത്. ട്രെയിനിപ്പോൾ പരമക്കുടി സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 മിനിറ്റ് ഉണ്ടായിരുന്നു സ്റ്റോപ്പ്. ഇവിടെ അത്യാവശ്യം ഒരുപാട് പേര് ഇറങ്ങി. ഈ ട്രെയിൻ പുറപ്പെട്ടതിന് ശേഷം കയറുന്നത് വളരെ വലിയ അപകടമാണ്. എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും വീഴും. മധുരയിൽ നിന്നും 107 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ രാമനാഥപുരം സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. 9 മണിയായി. രാമനാഥപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഒരു ATM ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഓട്ടോ സ്റ്റാൻഡും കാണാം. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ രാമനാഥപുരത്ത് ഇറങ്ങിയിട്ടാണ് ഏർവാടിയിലേക്ക് പോയത്. ഏർവാടി ഇവിടുന്ന് അടുത്താണ്. അതുപോലെ തന്നെ അയോധ്യയിലേക്ക് ട്രെയിൻ കയറി പോയതും ഇവിടെ നിന്നാണ്. ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഈ രാമേശ്വരത്തേക്ക് ഈ ട്രെയിൻ ഇപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ എത്ര ആൾക്കാർക്കാണ് ബുദ്ധിമുട്ട്. ഇവിടെയൊക്കെ ഇറങ്ങി മാറി കയറി പോകണ്ടേ. ഞങ്ങളിപ്പം തന്നെ ബസ് കയറി പോകുന്നില്ല. രാവിലെ എന്തെങ്കിലും കഴിച്ചതിന് ശേഷം മാത്രമേ പോകുന്നുള്ളൂ. അത് ക്ലോസ് ആയ സമയത്ത് ഇതേപോലെ തന്നെ എല്ലാവരും പോലെ രാമനാഥപുരം വന്നിട്ട് അതങ്ങനെ തന്നെയാണ്. കാരണം ഈ പാമ്പൻപാലത്തിൻ്റെ അതിലൂടെ ട്രെയിൻ ഓടാതെ നിന്ന സമയത്ത് ചെന്നൈ ഈ ഭാഗത്ത് നിന്ന് വരുന്ന വണ്ടികളെല്ലാം ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ. തൊട്ട് മുന്നിൽ കാണുന്ന അവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ്. ഞങ്ങൾ രാവിലെ കഴിക്കുന്നത് ഇഡ്ഡലിയാണ്. ഇവിടെ പ്രത്യേകിച്ച് നല്ല ഇലയിലൊക്കെയാണ് കൊണ്ടുവന്ന് തരുന്നത്. 2 ഇഡ്ഡലിയാണുള്ളത്, സാമ്പാറുണ്ട്, 2 തരത്തിലുള്ള ചട്നിയുണ്ട്. അപ്പോൾ ഒരു ഇഡ്ഡലി സെറ്റിനായത് 50 രൂപയാണ്. ഈ ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. 2 പേരും കൂടെ കഴിച്ചതിനാണ് 52 രൂപയായത്. ചെറിയ പൈസ ആയതേ ഉള്ളൂ. ഇപ്പം നേരെ വൈകാതെ തന്നെ നമുക്ക് ബസ് കയറി രാമേശ്വരം ഭാഗത്തോട്ട് പോവാം. അങ്ങനെ പല ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിട്ടും. നമ്മൾ വന്ന സമയത്ത് തന്നെ ഒരുപാട് ബസ്സുകളൊക്കെ പോയി. പിന്നെ ഈ ഒരു AC ബസ്സില്ലേ, അതൊക്കെ രാമേശ്വരം ഭാഗത്തേക്കുണ്ട്. അതൊക്കെ രാമേശ്വരം തന്നെയാണ്. ഈ AC ബസ്സിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ തമിഴ്നാട്ടിൽ. പിന്നെ പ്രൈവറ്റും ഉണ്ട്. ഏതിന് വേണമെങ്കിലും പോവാം. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ രാവിലെ തന്നെ നല്ല ചൂടാണ്. അപ്പോൾ ഉച്ച സമയത്തെല്ലാം കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇതിലെ രാമേശ്വരം ഭാഗത്തൊക്കെ വരുന്നതായിരിക്കും അല്ലേ. ഈ റോഡ് എങ്ങനെ മുറിച്ച് കിടക്കുന്നതാണ് ഇപ്പോൾ ആദ്യം നോക്കുന്നത്. പാട്ടൊക്കെ വെച്ച് അടിപൊളിയാണ്. ഇതൊക്കെ നല്ല തിരക്കാണ് ബസ്സിൽ. ഈ ബസ്സിലത്തെ തിരക്കുണ്ടോ? പക്ഷെ എൻ്റെ പൊന്നെ, ഈ ബസ്സില്ലേ, ഇത് ഏർവാടിയിലേക്ക് പോകുന്ന ബസ്സാണ്. ഇവിടുന്ന് 30 കിലോമീറ്റർ ആണുള്ളത്.
ഈ ബസ് രാമേശ്വരമാണ്. പക്ഷേ മുന്നിൽ സീറ്റൊന്നും കാണുന്നില്ല. ഈ മുന്നിലത്തെ സീറ്റ് കിട്ടണമായിരുന്നു. പുറകിൽ പോയിരുന്നാൽ അടുത്ത ബസ്സിന് പോവാം. ഓടിച്ചാടി പോകുന്നൊന്നുമില്ല. കണ്ട, ഇതിൻ്റെ പുറകിലും പ്രത്യേകിച്ച് സീറ്റൊന്നുമില്ല. അടുത്ത ബസ്സിന് പോവാം. അടുത്ത ഇപ്പം തന്നെ വരും. ഇത് ഒരു രാമേശ്വരം ബസ് വന്നിരിക്കുകയാണ്. എന്നാൽ പിന്നെ ഇതിലോട്ട് കയറാം. ഇവിടുന്ന് 40 കിലോമീറ്റർ ഉണ്ട് പാമ്പം പാലത്തിന്റെ ഭാഗത്തേക്ക്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് രാമേശ്വരത്തേക്കല്ല, നമുക്ക് പാമ്പം പാലത്തിന്റെ അവിടെ ഇറങ്ങാം. എന്നിട്ട് ആ പാലത്തിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വേറൊരു ബസ് കയറി നേരെ രാമേശ്വരത്തേക്ക് പോവാം. 9:35 ഇവിടുന്ന് ബസ് എടുത്തത്. പാമ്പം പാലത്തിന്റെ അവിടെ എത്ര മണിക്ക് എത്തും നമുക്ക് നോക്കാം. ഈ നേരെയാണ് റെയിൽവേ സ്റ്റേഷൻ. നല്ല റോഡുകൾ തന്നെയാണ് ഇവിടെ. രാമനാഥപുരത്ത് നിന്ന് പാമ്പനിലേക്ക് ഒരാൾക്ക് വന്ന ബസ് ടിക്കറ്റ് 40 രൂപയാണ്. ഊച്ചിപ്പുളി എന്നൊരു സ്ഥലത്തിലെത്തിയിരിക്കുകയാണ്. അടുത്തതാണ് പാമ്പൻ. ഇത് കൊച്ചി ധനുഷ്കോടി ഹൈവേ ആണ്. നല്ല റോഡാണ് കേട്ടോ. യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടബിളാണ്. ഈ രാമനാഥപുരത്ത് നിന്ന് രാമേശ്വരത്തേക്ക് ഇഷ്ടംപോലെ ബസ്സുകൾ അവൈലബിൾ ആണ് ഏത് സമയത്ത്. ഒരു ലെവൽ ക്രോസിംഗ് ആണെന്ന് തോന്നല്ലോ. അതെ, ഈ സമയത്ത് വേറെ ട്രെയിനൊന്നും ഇല്ലല്ലോ. മണ്ഡപം ക്യാമ്പ് റെയിൽവേ സ്റ്റേഷനാണ്. പ്രൈവറ്റ് ബസ്സാണ്. ഇനിയൊരു 10 കിലോമീറ്റർ കൂടെ ഉണ്ട്. ഇവിടെയാണ് മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും പാമ്പം പാലത്തിലൂടെ, അതായത് റോഡ് വഴി യാത്ര ചെയ്യുകയാണ്. ഇതിനു മുന്നേ എല്ലാം ട്രെയിൻ വഴിയാണല്ലോ പോയത്. റെയിൽവേ ട്രാക്കിലാ. പഴയ പാലവും പുതിയ പാലവും. ഈ തൊട്ട് മുന്നിൽ കാണുന്നത് പഴയ പാലം, അത് പുതിയ പാലം. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് പാമ്പൻ ബസ് സ്റ്റോപ്പ് ഉള്ളത്.
നല്ല വ്യൂ ആണ് ഈ പാലത്തിൻ്റെ. ട്രെയിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാണും. ഈ റെയിൽ ട്രാക്കിൻ്റെ, അതായത് ഈ റെയിൽവേ പാലത്തിൻ്റെ മെയിൻ ഒരു ഭാഗത്തേക്ക് തിരികെയാണ്. ഈ ഭാഗത്തായിട്ടാണ് അതിൻ്റെ ആ ഒരു ഉയർത്താനൊക്കെ കഴിയുന്ന ആ ഒരു ഭാഗം. എത്തുന്നത് രാമേശ്വരം എന്ന ദ്വീപിലേക്കാണ്. ദ്വീപാണ് ശരിക്കും ധനുഷ്കോടിയും അതുപോലെ തന്നെ ഈ രാമേശ്വരമൊക്കെ. എത്ര ബോട്ടുകളാണിത്. ഈ ബസ്സിന് നേരെ രാമേശ്വരം. പെട്ടെന്ന് തന്നെ എത്തി. ഇനി ഞങ്ങൾ ഇവിടുന്ന് നേരെ ആ പാലത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. പാലത്തിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കാണണം. ഇതാ നേരെ ഇതുവഴി തന്നെ നമുക്ക് നടക്കാം. ട്രെയിനിൽ വന്നാൽ പിന്നെ ജസ്റ്റ് പോകുന്നത് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ. ഇത്ര വ്യക്തതയോടെ ഒന്നും കാണാൻ പറ്റില്ല ട്രെയിനിൽ പോകുമ്പോൾ. ഈ പാലത്തിൻ്റെ പേര് അണ്ണൈ ഇന്ദിരാഗാന്ധി എന്നാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. നമ്മൾ നേരത്തെ ബസ്സിൽ വരുമ്പം കണ്ടതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെ പാലത്തിൻ്റെ നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടും. ആ പഴയ പാലവും പുതിയ പാലവും. പഴയ പാലത്തിലൂടെ ഇപ്പം പ്രത്യേകിച്ച് വണ്ടികളൊന്നും പോകുന്നില്ല. എല്ലാ വണ്ടികളും ഇപ്പം ഇതുവഴി തന്നെയാണ്. ആൾക്കാരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നത് ആ കറക്റ്റ് സെൻട്രൽ പോയിന്റിൽ നിന്നാണ്. നമുക്കെന്തായാലും അവിടെ വരെ പോവാം. 2021 ഒക്ടോബർ മാസം രാമേശ്വരം തിരുച്ചിറപ്പള്ളി പാസഞ്ചറിനാണ് ഈ പഴയ പാമ്പം പാലം വഴി ഞങ്ങൾ അവസാനമായി യാത്ര ചെയ്തത്. ആ പാലിപ്പം പൂർണ്ണമായും ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. കാരണം അതിലേക്ക് ഒരു ട്രെയിനും തന്നെ കയറില്ല. ട്രാക്കൊക്കെ ഇവിടുന്ന് തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ പാമ്പൻ ബ്രിഡ്ജിൽ നിന്നുള്ള ബോർഡൊക്കെ, ആ പഴയ പാലത്തിൻ്റെ ആ ഒരു ബോർഡൊക്കെ അവിടെ കാണാം. ഇതാണ് പുതിയ പാലം. പുതിയ പാലം ഇങ്ങനെ വളഞ്ഞാണിതാ ഇതുവഴി കടന്നു പോവുക. ഈ 3 പാലവും ഒറ്റ ഫ്രെയിമിൽ ഇതാ ഇവിടുന്ന് കിട്ടും. ഇപ്പം ഇതുവഴി വണ്ടികളേ ഇല്ല. പത്തരയായതേ ഉള്ളൂ. ഇതൊക്കെ മധുരൈ ട്രിച്ചി ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകളാണ്. നേരത്തെ വരുമ്പം കോയമ്പത്തൂർ ഭാഗത്തേക്ക് ഒരു ബസ് പോകുന്നുണ്ടായിരുന്നു. അതായത് രാമേശ്വരം കോയമ്പത്തൂർ. കുറച്ച് ലോങ്ങാണ് അതൊക്കെ. പാലത്തിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് പേര് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. വണ്ടികൾ പാർക്ക് ചെയ്യുമ്പം മറ്റു വണ്ടികൾക്ക് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. പാമ്പം പാലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ലിഫ്റ്റ് വെർട്ടിക്കൽ പാലാണ്. ഈ പാലത്തിൻ്റെ അടിഭാഗത്തൂടെ ബോട്ടുകളൊക്കെ പോകുമ്പോൾ ആ പാലമില്ലേ, അത് നേരെ മുകളിലോട്ട് പോകും. ഇതുവഴി അതിൻ്റെ ആ ഒരു പോയിൻ്റൊക്കെ കാണുന്നില്ലേ അവിടെ. അതാണ് വലിയൊരു പ്രത്യേകത. പിന്നെ ഈ പഴയ പാലാണെങ്കിൽ ഇത് 2 ഭാഗമുണ്ട്. ഇങ്ങനെ പകുതിക്ക് ഇങ്ങോട്ട് ഇങ്ങനെ മടങ്ങും. ആ ഭാഗം ആ സൈഡിലേക്കും
ഈ ഭാഗം ഈ സൈഡിലേക്കും. പക്ഷെ പുതിയ പാലം അങ്ങനെയല്ല, നേരെ മുകളിലേക്ക്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് അതിലൂടെ നോക്കിയാൽ തന്നെ കാണും. അതിൻ്റെ ആ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയ ആണിത്. അവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ റെയിൽവേൻ്റെ. പിന്നെ ഇവിടെ തന്നെ ഒരു പോലീസിൻ്റെ ചെറിയൊരു ബൂത്തും കാണാം. പിന്നെ ആ ഭാഗത്താണെങ്കിൽ ഒരുപാട് ബോട്ടുകൾ ഇതാ. ഏത് ഭാഗത്ത് നോക്കിയാലും ബോട്ടുകളെ കാണാം. 1914 ഈ പഴയ റെയിൽ പാലം ഓപ്പൺ ആയത്. 2022 പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ പഴയ പാലം ക്ലോസ് ആയി. 2025 ഏപ്രിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഈ പാലം ഉദ്ഘാടനം ചെയ്തത്. ഈ പാലത്തിന് മറ്റും പ്രത്യേകതകളുണ്ട്. ഒരുപാട് ലൈറ്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ താഴെ തന്നെ നമുക്ക് ചെറിയൊരു ലൈറ്റിൻ്റെ ഭാഗം കാണാം. ഉദ്ഘാടനം ചെയ്ത ആ ഒരു സമയത്തൊക്കെ ഇവിടെ നല്ല ഡിസൈനിങ്ങിൽ തന്നെ ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. രാത്രിക്കത്തെ ഇവിടുത്തെ കാഴ്ച എന്താണെന്ന് അറിയില്ല. എന്തായാലും ഒരു ദിവസം ഞങ്ങൾ രാത്രിക്ക് ഇതുവഴി എന്തായാലും വരുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ അന്ന് ഉദ്ഘാടനം ചെയ്ത ആദ്യത്തെ ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ താമ്പരത്തേക്ക് പോകുന്ന പാമ്പൻ എക്സ്പ്രസ് ആണ്. അതായത് ഈ പാലത്തിന്റെ പേരിൽ തന്നെയാണ് ആ ട്രെയിനിന്റെ പേരും അറിയപ്പെടുന്നത്. പിന്നെന്ന് വെച്ചാൽ ശരിക്കും ഇന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒരു ട്രെയിൻ പോകുന്നില്ലല്ലോ. ട്രെയിൻ ആ വരുന്ന ഒരു വരവ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അത് ഇവിടെ ഈ ട്രെയിനിൻ്റെ ഒരു വ്യൂ കിട്ടണമെങ്കിൽ ഈ പാലത്തിൻ്റെ ഈ നടുഭാഗത്ത് തന്നെ വരണം. കാരണം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതുവഴി ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് കാണാനോ എൻ്റെ ആ ഒരു വ്യൂ എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 2 ട്രെയിനുകൾ മാത്രം ഇതുവഴി പോവാതെ ഇല്ലൂ. ബാക്കി ചെന്നൈയിലോട്ട് പോകുന്ന ബോട്ട് മെയിൽ, സേതു എക്സ്പ്രസ്, പിന്നെ അങ്ങനെ താമ്പരത്തേക്ക് പോകുന്ന വണ്ടി, അതൊക്കെ ഇതിലൂടെ സർവീസ് ഉണ്ട്. അതല്ലേ ഇനി വൈകുന്നേരം 4 മണി ആവണേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി. ഇനി പാലത്തിൻ്റെ ഭാഗത്തുനിന്ന് രാമേശ്വരം ഭാഗത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. നേരത്തെ ബസ് ഇറങ്ങിയ ഭാഗമില്ലേ, അവിടെ പോയിട്ട് ബസ് കയറാം. നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ട. ഞങ്ങൾ രാമേശ്വരം വന്നിട്ടുണ്ടെങ്കിൽ പാമ്പം പാലത്തിലൂടെ ട്രെയിനിൽ കയറിയിരിക്കും. കാരണം ഞങ്ങളിനിയിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നത്, അതായത് അടുത്ത വീഡിയോ അല്ല, അതിൻ്റെ അപ്പുറത്തെ വീഡിയോയിൽ ഇതിലൂടെ പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. നല്ല കിട്ടിലൻ കാഴ്ചകളായിരിക്കും ആ സമയത്ത് എന്തായാലും കിട്ടുക. ഇനി എന്തായാലും നമുക്ക് അവിടെ വരെ നടന്നിട്ട് പോവാം. തിരിച്ചിവിടെ പാമ്പൻ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ രാമേശ്വരത്തേക്ക് 11 കിലോമീറ്റർ ഉണ്ട്. ഇനി ചൂട് തുടങ്ങി ഒരു രക്ഷയില്ല അല്ലേ. പിന്നെ രാവിലെ മധുരയിൽ നിന്ന് തുടങ്ങുന്ന സമയത്ത് ചെറിയ തണുപ്പുണ്ടായിരുന്നു, പക്ഷേ മാറിയല്ലോ. ഇനി അങ്ങോട്ട് ഒരു രക്ഷ ഉണ്ടാവില്ല. ചൂടെന്ന് പറയുക 1.5 ചൂട് തന്നെയാണ്. 11 കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒരാൾക്ക് ബസ് ടിക്കറ്റ് 10 രൂപയാണ്. ഇനി പെട്ടെന്ന് എത്തിക്കോളും. ഇത് കാരക്കുടിയിൽ നിന്ന് വരുന്ന ബസ്സാണ്. ഈ തൊട്ട് മുന്നിൽ കാണുന്ന ഭാഗത്താണ് APJ അബ്ദുൽ കലാമിൻ്റെ സ്മാരകമുള്ളത്. ഇത് തന്നെയാണ്. ഈ ബസ്സിനാണ് വന്നത്. ഇതാണ് രാമേശ്വരം ബസ് സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. 2 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു ഷെയർ വണ്ടി കിട്ടി. ഒരാൾക്ക് 20 രൂപയാണ് പറഞ്ഞത്. ഈ വെയിലത്തൊന്നും ഒരിക്കലും ഇത്ര കിലോമീറ്റർ നടന്നിട്ട് പോകാൻ പറ്റില്ല. ഈ ധനുഷ്കോടിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്നാണ് ബസ് കിട്ടുക. ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഓട്ടോ ഇറങ്ങി ഇതുവഴി ബസ്സൊക്കെ പോകും. ഇവിടെയാണ് ക്ഷേത്രം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഈ ഗോപുരത്തിൻ്റെ ഇവിടെ ശിവ ശിവ എന്ന് എഴുതിയിട്ടുണ്ട്. നട്ടുച്ച സമയമാണ്, 12:15. നല്ല തിരക്കാണ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ. ക്ഷേത്രത്തിൻ്റെ വെസ്റ്റ് ടവർ എൻട്രൻസ് ആണ് ഇവിടെ. ഒരുപാട് കൊത്തുപണികൾ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നതാണ്. ധനുഷ്കോടിയിലേക്കുള്ള ബസ് ഇതുവഴി തന്നെയാണ് വരുന്നത്. നമ്മളെന്തായാലും ധനുഷ്കോടിയിലേക്ക് പോവുകയാണ് ഇപ്പം തന്നെ. ഞങ്ങളിപ്പോൾ ശ്രീലങ്ക യാത്ര കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. ധനുഷ്കോടി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് നൊസ്റ്റ വരും, അതായത് നൊസ്റ്റാൾജിയ വരും. കാരണം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തലൈമന്നാറൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളാണ് നിങ്ങൾ അടുത്ത ദിവസം കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മാഗസിൻ കൊണ്ടുവന്നേക്കും. ബൈ.